കലോത്സവ വേദിയുടെ പേരിൽ നിന്നും ദേശീയ പുഷ്പമായ താമര ഒഴിവാക്കിയതിൽ യുവമോർച്ചയുടെ പ്രതിഷേധം. താമരപ്പൂക്കൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകാനെത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. താമരപ്പൂവിനെ ഒഴിവാക്കിയത് CPMന്റെ ജീർണത ബാധിച്ച രാഷ്ട്രീയമെന്ന് യുവമോർച്ചയുടെ ആരോപണം. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾക്ക് പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ ദേശീയ പുഷ്പമായ താമരയെ ഒഴിവാക്കിയതിനെതിരെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. താമരപ്പൂക്കൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകാനെത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. താമരയോട് കാണിക്കുന്ന അവഗണന സംസ്ഥാന സർക്കാരിന്റെ ഭയം മൂലമാണെന്ന് യുവമോർച്ച തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവർക്ക് താമര കൊണ്ട് അയിത്തം? നമ്മുടെ ദേശീയ പുഷ്പമല്ലേ താമര? ഒരു പാർട്ടിയുടെ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം മാത്രമാണോ താമര? ഇവര് ഭയപ്പെടുകയാണ്, ഇവർക്കെല്ലാം ഭയമാണ്. ഇപ്പോൾ ഈ ഭരിക്കുന്ന ഭരണകൂടത്തിന് BJP ഭാരതീയ ജനതാ പാർട്ടി എന്ന ഈ പാർട്ടിയോട് എല്ലാ തരത്തിലുള്ള വിദ്വേഷങ്ങൾ കാണിക്കുന്നത് ഇവരുടെ ഭയം, ഇവരുള്ളിലെ ഭയം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കലോത്സവം ഇവിടെ നടക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. വേദികളിൽ താമര പുഷ്പത്തിൻ്റെ പേരും കൂടിയും അതിൽ ഉൾക്കൊള്ളിക്കുന്നത് മാത്രമാണ് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്. 25 വേദികളിലായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ നടക്കുന്നത്. സൂര്യകാന്തി മുതൽ ആമ്പൽപ്പൂവ് വരെ വേദികളുടെ പേരായി ഇടം പിടിച്ചപ്പോൾ ദേശീയ പുഷ്പമായ താമരയെ മാത്രമാണ് ഒഴിവാക്കിയത്. താമരയുടെ പേര് ഒഴിവാക്കുന്നതിന് കാരണമായി മന്ത്രി വ്യക്തമാക്കിയത് വിവാദങ്ങൾ ഇല്ലാതാക്കാൻ എന്നാണ്. ദേശീയ പുഷ്പത്തിന്റെ പേര് വേദിക്ക് നൽകിയാൽ എന്താണ് വിവാദമെന്ന ചോദ്യത്തിന് വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനും ഉത്തരമില്ല. സർക്കാർ നിലപാട് തിരുത്തണമെന്നും ദേശീയ പുഷ്പത്തോടുള്ള അവഗണന മാറ്റണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വിഷ്ണു പുതുക്കാട്, അഞ്ജലി, ശ്രാവൺ, ജില്ലാ ഭാരവാഹികളായ അമൃത, ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, തൃശൂർ.